കൊച്ചിയിൽ ഇന്ന് UDF-ന്റെ സംസ്ഥാന നേതൃയോഗം ചേരാൻ വേണ്ടി പോവുകയാണ്. അവരുടെ അജണ്ട എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ, മുന്നണി വിപുലീകരണമാണ് പ്രധാന ചർച്ച. PV അൻവറിനെയും CK ജാനുവിനെയും മുന്നണിയിൽ എടുക്കുക എന്നത് സംബന്ധിച്ച് യോഗത്തിൽ തീരുമാനമുണ്ടായേക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഉമേഷ് തന്നെ സംസാരിക്കും അതിനെക്കുറിച്ച്. ഉമേഷ്, ഏതായാലും UDF-ന്റെ നേതൃയോഗം ചേരുമ്പോൾ മുന്നണി വിപുലീകരണമാണ് അവരുടെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത്. മുന്നണിയിലേക്ക് എത്തുന്നത് PV അൻവറും ഒപ്പം തന്നെ CK ജാനുവിന്റെ പാർട്ടിയുമാണ്. അവരെ എടുക്കുന്നതിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാകുമോ? അങ്ങനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ നമുക്ക് നേരത്തേക്ക് അറിയാം, ഈ PV അൻവറിനെ മുന്നണിയിലെടുക്കുന്നത് സംബന്ധിച്ച് വലിയ അഭിപ്രായ വ്യത്യാസം UDF-നകത്ത് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശന് PV അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കുന്നതിൽ ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം VD സതീശനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചു അൻവർ എന്നൊക്കെയുള്ള പരിഭവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിനു മുൻപ് ഒക്കെ അൻവർ മുന്നണിയിലേക്ക് എത്തും എന്ന് പറഞ്ഞ സമയത്തൊന്നും അതുണ്ടായില്ല. VD സതീശനാണ് ആ വാതിലുകൾ അടച്ചത് എന്ന് അന്ന് വലിയ ആക്ഷേപം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, അൻവറിനെ കൂടി കൂട്ടി വേണം മുന്നോട്ട് പോകാൻ എന്ന് മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്ക് അഭിപ്രായമുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, കോൺഗ്രസിൽ തന്നെ മറ്റ് പല മുതിർന്ന നേതാക്കൾക്കും, രമേശ് ചെന്നിത്തല, K സുധാകരൻ അടക്കമുള്ളവരും അൻവറിനെ കൂടി കൂട്ടി വേണം മുന്നോട്ട് പോകാൻ എന്നുള്ള അഭിപ്രായക്കാരാണ്. അതുകൊണ്ട് എല്ലാവരുടെയും അഭിപ്രായം പരിഗണിച്ചുകൊണ്ടൊരു തീരുമാനം എന്നുള്ള നിലയിൽ ഒരു പക്ഷേ ഉണ്ടായേക്കും അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കുമോ ഇല്ലയോ എന്നുള്ളത്. രണ്ടാമത്തെ ആൾ CK ജാനുവിൻ്റെ പാർട്ടിയാണ്. CK ജാനുവിൻ്റെ പാർട്ടി JRP എന്ന് പറയുന്ന പാർട്ടി NDAയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവർ 2 തവണ, ആദ്യം ഒരു തവണ NDA വിട്ടു, വീണ്ടും NDAയിൽ ചേർന്നു, പിന്നീട് രണ്ടാമതും NDA വിട്ടു. അങ്ങനെ NDA വിട്ട സാഹചര്യത്തിൽ ഇനി മുന്നണിയിലേക്ക് UDF-ലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ അന്ന് തന്നെ നടത്തിയിരുന്നു. അതൊരു പക്ഷേ കാര്യത്തിലൊരു അന്തിമ തീരുമാനം UDF യോഗം ചേർന്ന ശേഷം അന്തിമ തീരുമാനം കൈക്കൊള്ളാം എന്നാണ് ഇതിനു മുൻപൊക്കെ നേതാക്കൾ പറഞ്ഞിരുന്നത്. ആ സാഹചര്യത്തിലൊരു പക്ഷേ ഇന്ന് ഈ 2 പേരുടെ പാർട്ടിയെയും മുന്നണിയിലെടുക്കുന്നത് സംബന്ധിച്ചുള്ളൊരു തീരുമാനം ഉണ്ടായേക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമായും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള അതിൻ്റെ മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ചർച്ചയാകുന്നത്. ഈ സീറ്റ് വിഭജനമൊക്കെ എത്രയും വേഗം പൂർത്തിയാക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇന്നത്തെ UDF യോഗം എത്തും എന്ന് കരുതുന്നു. സീറ്റ് വിഭജനം വലിയൊരു കീറാമുട്ടിയാണ്. അതെല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് പോകണം. അതിനെല്ലാവരുമായും ചർച്ചകൾ വേണം. ഓരോരുത്തരും അവരവരുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ തരത്തിലൊരു ചർച്ച വളരെ നേരത്തെ തന്നെ തുടങ്ങണം. കഴിയുമെങ്കിൽ വളരെ വേഗം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്തുക എന്നൊക്കെയുള്ള തലത്തിലേക്ക് തീരുമാനങ്ങൾ എത്തിയേക്കും എന്ന് പറയുന്നു. ഒപ്പം ഈ സർക്കാരിനെതിരായ സമരം കൂടുതൽ ശക്തമാക്കണം എന്നൊരാലോചനയും അവരിലുണ്ട്. പ്രത്യേകിച്ച് ഈ ശബരിമല സ്വർണ്ണമോഷണ കേസൊക്കെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയും അതൊരു ചർച്ചയാക്കി നിലനിർത്തണം എന്നാണ് UDF ആഗ്രഹിക്കുന്നത്. ഒപ്പം ഈ തൊഴിലുറപ്പ് പദ്ധതി, അതിൽ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട പുതിയ ബില്ല്, അതും ഒരു ചർച്ചാ വിഷയമായി നിർത്തണം. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ സജീവമായി നിലനിർത്തി സർക്കാരിനെതിരായുള്ള സമരമൊക്കെ കൂടുതൽ കടുപ്പിച്ച് ഈ വിവാദ വിഷയങ്ങളൊക്കെ ലൈവാക്കി നിർത്തുക എന്നൊക്കെയാണ് അവരുടെ ഒരു തീരുമാനം. അത് എങ്ങനെയാണ് ഇനി മുന്നണി കൂട്ടായി ഈ തീരുമാനത്തെയൊക്കെ കാണുന്നത് എന്നുള്ളത് തന്നെയാണ് പ്രധാനം. ഏതായാലും രാവിലെ 10 മണിക്ക് കളമശ്ശേരിയിലാണ് UDF-ന്റെ യോഗം ചേരുന്നത്. എല്ലാ മുതിർന്ന നേതാക്കളും പങ്കെടുക്കും. ആ യോഗത്തിന് ശേഷം UDF തീരുമാനങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കും എന്നും പ്രതീക്ഷിക്കുന്നു. മനു, ശരി, ഓക്കെ, താങ്ക് യു ഉമേഷ്. ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് ഈ സമഗ്രമായ വിവരങ്ങൾ 2 വാർത്തയുടെ നമുക്ക് നൽകിയത്. UDF നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ ചേരാൻ വേണ്ടി പോകുന്ന 2ാമത്തെ വാർത്തയും ഉമേഷ് നമുക്ക് നൽകിയിരിക്കുന്നു.